കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മൾ അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്നുള്ള വിഷയത്തെ പറ്റിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തോ? ഇല്ലല്ലേ? നമ്മൾ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എന്നുള്ള വാക്കാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. 7ാമത്തെ അനുഗ്രഹമാണ് 3-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ദൈവം അബ്രഹാമിനോട് പറയുന്നൊരു കാര്യമാണ്, നിന്നിലൂടെയാണ് ഞാൻ ഭൂമിയിലുള്ള സകല വംശങ്ങളെയും സകല ആൾക്കാരെയും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് അനുഗ്രഹത്തിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സ് അബ്രഹാം ആണെന്ന്, അബ്രഹാമിൻ്റെ സന്തതിയാണെന്ന് ദൈവം പറയുന്നു. ഇപ്പം നമ്മൾ ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെപ്പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 12-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ മതി യഹോവ മതി 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 ഇനി 13-ാം അധ്യായം 16-ാം വാക്യം. അപ്പോൾ അബ്രാം കൂടാരം നീക്കി 16, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണ. 15-ാമത്തെ വാക്യം, 15-ാം അധ്യായം 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്നും അവനോട് കൽപ്പിച്ചു. ഇവിടെ ഇനി നിങ്ങൾ ഏത് വാക്യങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ സന്തതി. സന്തതികൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിന്റെ സന്തതി. അപ്പൊ അബ്രഹാമിന്റെ സന്തതികൾ ഒരുപാട് പേരുണ്ട്. നമ്മളിനി അബ്രഹാമിന്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം, ആദ്യജാതനായ ആരാ? ഇഷ്മയേൽ. ആദ്യത്തെ മോനാണ് ഇഷ്മയേൽ, ഹാഗാറിലുണ്ടായ കുഞ്ഞ്. അതിനുശേഷം ഇസഹാക്ക്, അതിനുശേഷം കെതൂറ എന്ന് പറയുന്ന ഭാര്യയിൽ അബ്രഹാമിന് കുഞ്ഞുങ്ങളുണ്ടായി. പക്ഷെ ഇവിടെ എല്ലാം ദൈവം അബ്രഹാമിനോട് പറയുന്നൊരു കാര്യം, നിന്റെ സന്തതി. പക്ഷെ എന്നാൽ ഇത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? അബ്രഹാമിൻ്റെ സന്തതികൾ. അതാണ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കാര്യം. എന്നാൽ ഈ ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്ന സന്തതി എന്ന് വെച്ചാൽ ഒരാൾ. ആ ഒരാളിൽ നിന്ന് അനുഗ്രഹം, അതായത് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് 12 ട്രൈബിലേക്ക്, അതിനുശേഷം അങ്ങനെ യഹൂദ വംശത്തിലേക്ക് ഇങ്ങനെ അനുഗ്രഹം വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനല്ല. പിന്നെ എങ്ങനെ നമുക്ക് ഈ അനുഗ്രഹം പ്രാപിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന കാര്യം. നമ്മൾ അബ്രഹാമിൻ്റെ 7 അനുഗ്രഹങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ കഴിയുന്നവരൊക്കെ അത് കാണാതെ പഠിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ദൈവത്തോട് പറയണം, കർത്താവ്, ഇത് അങ്ങയുടെ വാഗ്ദത്തമാണ്, ഞാനും അബ്രഹാമിൻ്റെ പുത്രനാണ്, പുത്രിയാണ്, ഈ വാഗ്ദത്തം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ലോർഡ്സ് പ്രെയറൊക്കെ കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന എങ്ങനെയാണോ അവർ പ്രാർത്ഥിച്ചത്, അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു മാതൃകയുള്ളൊരു പ്രാർത്ഥനയാണ്. ഞാൻ ആരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ പൊതുവെ ഈ വാക്കുകൾ പറഞ്ഞ് ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് ജീവിതത്തിൽ നമുക്കും നമ്മുടെ തലമുറകൾക്കൊക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ് ഈ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുന്നത്? ഈ പറഞ്ഞ 7 കൂട്ടം കാര്യങ്ങൾ മാത്രമല്ല അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ, അതിനേക്കാൾ കൂടുതലുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ. ഒന്നെടുത്താട്ടെ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം.
മരത്തിന്മേൽ അബ്രഹാമിന്റെ യേശുക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിനെ നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആമേൻ. താങ്ക് യു. ഇവിടെ പറയുന്നു അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ കൂടെ ആർക്ക് ലഭിക്കും? ജാതികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യഹൂദന്മാരല്ലാത്ത എല്ലാവരെയും ദൈവവചനം വിളിക്കുന്ന പേരാണെന്ത്? ജാതികൾ. ഇത് പറയുന്നു നമുക്കും ഈ അനുഗ്രഹം ലഭിക്കും, അല്ലെങ്കിൽ നമുക്കും ഈ അനുഗ്രഹത്തിന് ഭാഗവാക്കാകാൻ കഴിയും. എങ്ങനെ? ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അവിടെ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വിശ്വാസം, രണ്ട് ആത്മാവ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച 7 അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു. ഇതാണ് ബേസിക്കലി 7 പക്ഷെ ഇതിനേക്കാൾ കൂടുതലുണ്ട്. ഇനി അടുത്ത അധ്യായങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് പഠിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒന്ന് അബ്രഹാമിൻ്റെ വിശ്വാസം, അതുപോലെ തന്നെ വിശ്വാസം വേണം. ക്രിസ്തുവേശുവിൽ വിശ്വാസത്താൽ ആത്മാവിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വിശ്വാസം? കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവായ യേശുക്രിസ്തു വിശ്വാസത്തെ ഉപമിച്ചിരിക്കുന്ന ഒരു കടുക് മണിയോളമാണ്. അത് മതി. കടുക് മണിയോളം മതി. ഇന്ന് നമ്മൾ കേട്ട കാര്യം മതി. നമ്മൾ ഇന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങിയാൽ, പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ, ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരും. നമ്മൾ പറഞ്ഞു തുടങ്ങണം, ദൈവം എന്നെ വിളിച്ചതാണ്. ഞാൻ അബ്രഹാമിൻ്റെ, നമ്മൾ വിളിയെപ്പറ്റി 2 ക്ലാസ്സിന് മുമ്പ് പറഞ്ഞു. എന്നെ വിളിച്ചതാണ്, എന്നെ തിരഞ്ഞെടുത്തതാണ്. ദൈവം എന്നെ അബ്രഹാമിൻ്റെ സന്തതിയാക്കിയതാണ്. ഞാൻ ക്രിസ്തുവേശുവിലൂടെ ഈ അനുഗ്രഹം പ്രാപിച്ചിരിക്കുകയാണ്. എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്ന് നമ്മൾ വിശ്വാസത്താൽ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അപ്പം ഇങ്ങനെ ചോദിക്കും, അതൊക്കെ എങ്ങനെ വല്ലതും നടക്കുമോ? ഇതൊക്കെ വല്ലതും നടക്കുമോ ഈ അബ്രഹാമിൻ്റെ? പക്ഷെ അതിന് ഉത്തമ ഉദാഹരണം ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഇന്ന് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. റോമാലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. തിരുവെഴുത്ത് എന്തു പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. കണ്ടോ? ഇവിടെ ഒന്ന് അബ്രഹാമിന്റെ വിശ്വാസം, അല്ലെങ്കിൽ ക്രിസ്തുവേശുവിലൂടെ വിശ്വാസത്താൽ എങ്ങനെ പ്രാപിക്കും എന്നുള്ളതിന് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പത്തെ വാക്യം പറയുകയാണ്, അബ്രഹാം ജഡത്താൽ എന്തേലും പ്രാപിച്ചോ? ഒന്നുമില്ല. അബ്രഹാം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്, ദൈവസന്നിധിയിൽ ഇല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പറയണം, അബ്രഹാം ദൈവത്തിൽ എന്തോ വിശ്വസിച്ചു. അടുത്തതെന്തെന്നറിയാതെ, ഇനി എങ്ങോട്ടെന്നറിയാതെ, ഭാവി എന്താവുമെന്നറിയാതെ, കാര്യം ഇനി അങ്ങോട്ട് ജീവിതത്തിൻ്റെ സങ്കീർണതകളിലേക്ക് അബ്രഹാം ഇറങ്ങിത്തിരിക്കുക. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ദൈവത്തെ എന്തോ വിശ്വസിച്ചു. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അബ്രഹാം തുടങ്ങി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ അബ്രഹാമിൻ്റെ യാത്രയിൽ നമ്മൾ തുടങ്ങുമ്പോൾ, അബ്രഹാമിനോടുകൂടെ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ മുതൽ മുടക്കൊന്നുമില്ല. നമ്മുടെ കയ്യിൽ പ്രശംസിക്കാനൊന്നുമില്ല, പറയാനൊന്നുമില്ല. ഉള്ള ബാങ്ക് ബാലൻസ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരോഗ്യം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വിദ്യാഭ്യാസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കൊണ്ടൊന്നും നടക്കത്തില്ല. പിന്നെ നമ്മുടെ കയ്യിൽ എന്തു വേണം? വിശ്വാസം വേണം. ഇന്നു മുതൽ നമ്മൾ തുടങ്ങുന്ന യാത്ര അത് വിശ്വാസത്താലായിരിക്കണം. ദൈവവചനം അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ നീതിമാൻ അവൻ എന്തോ ചെയ്യും? വിശ്വാസത്താൽ ജീവിക്കും. അങ്ങനെയെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് പറയുന്നത് പോലെ, ഇന്ന് തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്താൽ. എന്നെ വളരെയേറെ സ്വാധീനിച്ചൊരു വ്യക്തിയാണ്. വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ എന്നുള്ള കാര്യങ്ങളിലേക്ക് എന്നെ വളരെയേറെ സഹായിച്ചൊരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് താഴ്ചകളും ഉയർച്ചകളും ഒക്കെ വന്നു. എന്നാൽ തൻ്റെ വിശ്വാസത്തെപ്പറ്റി പറയുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഞാൻ ഈ വാക്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം.
എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴും അത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ വിവാഹാലോചനയുടെ കാര്യം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സമയത്ത്, ആലോചിച്ച സമയത്ത് എനിക്ക് നല്ലൊരു ജോലിയില്ല, ഒരു തരത്തിലുള്ള സ്വത്തും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഈ ഭൂമിയിൽ അന്യനും പരദേശി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്. ഈ സൗത്ത് ആഫ്രിക്ക വന്നിട്ട് പോലും ഞാനൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ വിസയുടെ ഇതൊന്ന് ക്യാൻസൽ ആയതിനു ശേഷം ഞാനിന്നും ഇത് റിന്യൂ ചെയ്തിട്ടില്ല. ഇപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റും, പക്ഷേ ഞാൻ എടുത്തില്ല. അങ്ങനെ പോലും അപ്പം നിങ്ങൾ ചോദിക്കും അത്രയ്ക്ക് വലിയ വിശ്വാസിയാണെന്ന്. അതൊന്നും കൊണ്ടല്ല. ദൈവം തരുമ്പോൾ തരട്ടെ. ദൈവത്തിന് സകല മാനവമഹത്വം കൊടുക്കുന്നു. എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. അത് ഞാനങ്ങ് തീരുമാനിച്ചു. ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാനങ്ങ് തീരുമാനിച്ചു. അപ്പോൾ കല്യാണം എങ്ങനെ നടത്തും, അതിൻ്റെ ചിലവിന് ആവശ്യമുണ്ട്. ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തെ വിശ്വസിച്ചു. ഞാൻ പറഞ്ഞ കർത്താവേ, ദൈവീതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കുക. അങ്ങനെ എന്നെ പഠിപ്പിച്ച, ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച സാറിൻ്റെ മോളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഫാമിലി. അപ്പം ഞാനിങ്ങനെ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞൊരു കാര്യം ചെയ്യും, എൻ്റെ വീട്ടിൽ നിന്ന് അപ്പനെ അമ്മയൊക്കെ വിളിച്ചുകൊണ്ട് പോവാം. അങ്ങനെ ഞാൻ നാട്ടിൽ നിന്ന്, ഇവർ ബാംഗ്ലൂർ സെറ്റിലായിരിക്കുന്ന ആൾക്കാരാണ്, അപ്പനെ അമ്മയും കൊണ്ടുവന്നു. പെണ്ണ് കാണാൻ വന്നു. പെണ്ണ് കാണാൻ വന്നത് ഒരു നവംബർ 26-ാം തീയതിയാണ്. അപ്പം ഞങ്ങൾ വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഒരു ലഞ്ചിന് വേണ്ടി എല്ലാവരും കൂടെ പുറത്തേക്ക് പോവാം. അവിടെ നല്ലൊരു ഹോട്ടലിൽ ഞങ്ങളെല്ലാം ലഞ്ച് കഴിക്കുന്നു. ഒരു 8 സീറ്റർ ടേബിളിലായിരിക്കുന്നത്, 8 ചെയറുകളുള്ള ഒരു ടേബിളിലിരുന്ന് ആഹാരം കഴിക്കുന്നു. ഞാൻ കറക്റ്റ് ഒത്ത നടുക്കിരിക്കുന്നു. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ അമ്മച്ചിരിക്കുന്നു, റൈറ്റ് സൈഡിൽ അപ്പനിരിക്കുന്നു. എൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ ഇപ്പോഴത്തെ വൈഫ് എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. ലെഫ്റ്റിൽ അവരുടെ മമ്മി ഇരിക്കുന്നു, റൈറ്റിൽ അവരുടെ ഫാദർ ഇരിക്കുന്നു. 7ാമത്തെ സീറ്റിൽ ഒരു അങ്കിൾ ഇരിക്കുന്നു, 8ാമത്തെ സീറ്റിൽ ഒരു ആൻറ്റി ഇരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ മോസ്റ്റ് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് ഇങ്ങനെ ആഹാരമൊക്കെ എൻ്റെ ലവറിൻ്റെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളിക്കാരിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ആഹാരമൊക്കെ ഇങ്ങനെ പതുക്കെ കഴിച്ച് ആസ്വദിച്ച് നല്ല എൻജോയ്മെൻറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിതാവ് ഒരു ഡയലോഗ് അടിച്ചു. ജീവിതത്തിൽ ഇന്നും മറക്കാൻ കഴിയാത്ത, എൻ്റെ ചങ്ക് തകർത്ത് കളഞ്ഞൊരു ഡയലോഗ്. പക്ഷെ ഞാനതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ അപ്പൻ അന്നേരം പറഞ്ഞു, പുള്ളി ആൾ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്, വെട്ടൊന്ന് മുറിരണ്ടെന്ന് സംസാരിക്കുന്ന ഒരാൾ. അദ്ദേഹം പറഞ്ഞു, അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്. എന്നിട്ട് എല്ലാവരോടും പറയണം, ഇവനെ നിങ്ങൾ കണ്ടോ? അപ്പോൾ എല്ലാവരും എന്നെ നോക്കി. ഞാനന്ന് എനിക്ക് നല്ലതെന്ന് തോന്നിയ ഏറ്റവും നല്ല ഷർട്ടും മാറ്റുമൊക്കെ ഇട്ടേക്കുന്ന കാര്യം, ആദ്യമായിട്ടൊരു പെണ്ണ് കാണാൻ പോകല്ലേ. അപ്പോൾ ചോദിച്ചു, ഇവനിട്ടിരിക്കുന്ന ഷർട്ടും മാറ്റുമൊക്കെ കണ്ടോ? അപ്പോൾ എല്ലാവരും എന്നെ നോക്കി. ഷർട്ടും മാറ്റുമൊക്കെ കുഴപ്പമില്ലല്ലോ പയ്യൻ എന്നവനെ മനസ്സിൽ വിചാരിച്ചാണ്. എന്നിട്ട് അപ്പം പറഞ്ഞു, ഇവനിട്ടിരിക്കുന്ന ഷൂ ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഷൂവിന് കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല ഷൂ എന്ന് ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചു. എന്നിട്ട് അടുത്ത കാര്യം അപ്പം പറയണം, ഇതുവരെ ഇവൻ്റെ ചേട്ടന്മാർ മേടിച്ചു കൊടുത്തതാണ്. പക്ഷെ ഇവൻ ഇനിയും കല്യാണം കഴിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ദാറ്റ് ഈസ് ട്രൂ. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നാളെ എന്ന് പറയാൻ എനിക്കൊന്നുമില്ല, നല്ലൊരു സാലറി ഇല്ല, പറയത്തക്ക ഒരു വിദ്യാഭ്യാസവും ഇല്ല, പറയത്തക്ക ഒരു സ്റ്റാറ്റസും ഇല്ല. ഞാൻ ഉടുത്തിരിക്കുന്ന കാര്യങ്ങൾ വരെ എനിക്ക് എൻ്റെ സഹോദരന്മാർ മേടിച്ചു തന്നൊരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അത്രയും നേരം ഞാൻ കഴിച്ച ഫുഡ് പെട്ടെന്ന് ദഹിച്ചു പോയി. ഇതെന്തൊരു പ്രതിഭാസമാണെന്ന് ഇന്നും ഞാൻ ആലോചിക്കും. ആ പണം ഞാൻ വല്ലാതായിപ്പോയി. പക്ഷേ ഞാൻ എൻ്റെ പിതാവിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ കണ്ടു, കാര്യങ്ങളൊക്കെ ഇതാക്കി. അവിടെ വെച്ച് തന്നെ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. തിരിച്ചു വന്ന് വീട്ടിലെത്തിയ സമയത്ത് എൻ്റെ വൈഫിനോട് അവരുടെ വീട്ടുകാരൊക്കെ പറഞ്ഞു, ചെറുക്കൻ്റെ അപ്പം പോലും അവനെപ്പറ്റി പറയുന്നത് ഇങ്ങനെ, കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ആയിത്തീരുമെന്ന് ഒരു പ്രതീക്ഷയില്ല, നിന്നെ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തോട്ടൊക്കെ എങ്ങനെ. അപ്പോൾ പുള്ളിക്കാരി അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്,
അവൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് എനിക്കറിയാം. ദൈവമുണ്ടെന്ന് എനിക്കറിയാം. വർഷങ്ങൾക്ക് ശേഷം ഞാനിന്ന് ഇരിക്കുന്ന വീട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നതാണ്. ഞങ്ങളുടെ 2 കുടുംബത്തിലും ആരെങ്കിലും ഒരാൾ ഇന്ത്യക്ക് വെളിക്ക് വേറൊരു വിദേശ രാജ്യത്ത് പോയി സ്വന്തമായിട്ട് വീട് മേടിക്കുന്നെങ്കിൽ അത് ഞങ്ങളാണ്. അപ്പം ഞാനൊരിക്കൽ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇതൊക്കെ എന്തുവാ? ഇതിനൊക്കെ എന്തുവാ? ഇതിനൊക്കെ വല്ല യോഗ്യതയുണ്ടോ? അപ്പം ദൈവം എന്നോട് പറഞ്ഞു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു മോനെ, അതവന് നീതിയായിട്ട് കണക്കിട്ടു. ഞങ്ങൾ തുടങ്ങിയ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് മുതൽ മുടക്കൊന്നുമില്ലായിരുന്നു. ഡിസ്കറേജ് ചെയ്യാൻ ഒരുപാട് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ കൈകോർത്ത് പിടിച്ച പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനു മേലും ദൈവം മറുപടി തന്നിട്ടുണ്ട്. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ട്. പല പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി തന്നിട്ടില്ല. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കാര്യം അത് ദൈവത്തിൻ്റെ ഹിതമല്ലായിരുന്നു. ദൈവം എല്ലാം തന്നു, എല്ലാം എല്ലാം. ഓ ഉടരപരിഗണപന ശംധനാരികന. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, വിശ്വാസ ജീവിതത്തിന് മുതൽ മുടക്കൊന്നും വേണ്ട. ദൈവത്തെ ആഴമായി വിശ്വസിക്കാൻ നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ ദൂരത്ത് നിന്നിട്ട് അവരോട് ഓടി വരാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കും, അവർ ഓടി വരും. അതവരുടെ ഒരു വിശ്വാസമാണ്. നമ്മളവരെ പിടിക്കുമെന്ന്. നമ്മളവരെ മേളിലോട്ട് പൊക്കിയിടുമ്പോൾ കുഞ്ഞുങ്ങൾ ചിരിക്കും. എന്താണെന്നറിയോ? അവർക്കൊന്നും പറ്റത്തില്ല. അവരെ പിടിക്കാൻ ഒരു അപ്പനുണ്ട്, ഒരു അമ്മയുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. ഇന്നങ്ങനെ എൻ്റെ ദൈവത്തെ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ അവസ്ഥകളൊക്കെ വ്യത്യസ്തമായിരിക്കാം. ഒരുപക്ഷെ എന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ നാളെ എന്തെന്ന് നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം. നിങ്ങളുടെ തലമുറയുടെ കാര്യം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം. നിങ്ങൾ എന്തായി തീരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലായിരിക്കാം. പക്ഷേ ദൈവവചനം പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പം അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവം എന്തോ ചെയ്തു? അതിനെ മേളൊന്ന് സീൽ ചെയ്തു. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം അങ്ങനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു പർട്ടിക്കുലർ വിഷയത്തിൻ്റെ പുറത്ത് ഞാനിങ്ങനെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 2-3 ദിവസമായിട്ട് ഒരു നേരമൊക്കെ കഴിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഇന്നലെ ആയപ്പോഴത്തേന് എനിക്കൊരു ഒരു ദൈവവചനത്തിലൂടെ എന്നോട് ദൈവം ഇടപെട്ടു. അപ്പം എന്നെ കേൾക്കുന്നവരെ, വിശ്വാസത്താൽ നമ്മൾ തുടങ്ങിയാൽ ദൈവം നമ്മളെ സഹായിക്കും. വിശ്വാസത്തോടെ നമ്മൾ തുടങ്ങിയാൽ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം അത് നീതിയായിട്ട് എന്തോ ചെയ്യും? കണക്കിടും. അപ്പോൾ ഒന്ന്, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത ദൈവത്തിന് കണക്കിടാൻ പറ്റുന്ന ഒന്നായിരുന്നു. എന്ന് വെച്ചാൽ 0 കൂട്ടാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. എന്നും പറഞ്ഞ് 0-ന് വിലയില്ലെന്നും പറഞ്ഞ് അതിടാതിരിക്കാനും നമുക്ക് പറ്റത്തില്ല. പക്ഷെ 0 കഴിഞ്ഞ് 1, 2, 3 എന്നൊക്കെ എന്തെങ്കിലും വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കണക്കിടാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ വിശ്വാസം ഇന്ന് എങ്ങനെയുള്ളതാണ് നമ്മളൊന്ന് ആലോചിക്കണം. ഈ 0-ൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്ന് നിൽക്കും. അപ്പോൾ ഇന്ന് ആലോചിച്ചോണം, ദൈവം നമ്മുടെ വിശ്വാസം കണക്കിടണമെങ്കിൽ നമ്മൾ ഈ 0-ന്ന് മാറി ഇങ്ങോട്ട് എന്തെങ്കിലും 1, 2, 3 അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കണക്കെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ കിടന്നിങ്ങനെ കറങ്ങും. ഇന്ന് രാത്രി അങ്ങനെ കറങ്ങുവാണെങ്കിൽ ആലോചിച്ചോണം, ദൈവം ഇതുവരെ എന്തോ ചെയ്തിട്ടില്ല. അത് പറയാനൊരു മടിയുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് രാത്രികാലം മടിക്കണ്ട, വിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങ്. ദൈവം എൻ്റെ ജീവിതത്തെ, എൻ്റെ വിശ്വാസത്തെ ഇന്ന് മുതൽ കണക്കിട്ട് തുടങ്ങും. ആമേൻ. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഇന്ന് നമ്മുടെ അവസ്ഥ നോക്കി നമ്മൾ തന്നെ ഒരുപക്ഷെ പറയോ, ഇതൊക്കെ എങ്ങനെ? ദൈവം പറയുന്നു, ഇന്ന് വരെ 0 പോലെ അവിടെ കിടക്കുക.
ഒരക്കം ആയിട്ടില്ല, എണ്ണാനൊന്നും ആയിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഈ സൗത്ത് ആഫ്രിക്കയിൽ കുഴൽ കിണറുകളുണ്ട്. എനിക്കില്ല, അടുത്ത വീട്ടുകളിലൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് വെള്ളം വരുന്ന മറ്റേ പൈപ്പിൽ നിന്ന്, കോർപ്പറേഷൻ വാട്ടറാണ്, മുനിസിപ്പാലിറ്റിയുടെ വാട്ടറാണ്. അപ്പം ഇത് വരുന്നത് ഒരുപാട് ദൂരെ നിന്നാണ്. എനിക്ക് തോന്നുന്നൊരു 250 കിലോമീറ്റർ അപ്പുറത്തായിരിക്കണം. അപ്പോൾ ഈ വരുന്ന വഴിക്കെല്ലാം ഓരോ ടൗൺ വരുമ്പോഴും ലക്ഷക്കണക്കിന് ലിറ്റർ കൊള്ളുന്ന വലിയ ടാങ്കുകളുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നാട്ടിലൊക്കെ, വലിയ ടാങ്കുകൾ. ഇത് മേളിലല്ല ഇരിക്കുന്ന, ഒരു മല പോലുള്ള ഒരു സ്ഥലത്ത് അവർ വെച്ചിരിക്കുക. വലിയ കാലൊന്നും നമ്മുടെ നാട്ടിലെ കൂട്ട് വലിയ 4 കാലിൽ 6 കാലിലൊന്നും അല്ല ഇതിരിക്കുന്നത്. വലിയ ടാങ്ക. അത് ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി ചിലപ്പോൾ പറയും, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, വാട്ടർ കണക്ഷൻ നിർത്തുക എന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് ആദ്യം കുറേ സ്ഥലങ്ങളിൽ വെള്ളം കാണത്തില്ല, അവരുടെ വെള്ളം നിൽക്കും, കാര്യം ഇങ്ങോട്ട് വരുന്ന. അതിനുശേഷം ഈ പറഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞായിരിക്കും ഞങ്ങൾക്കിവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നത്. മുനിസിപ്പാലിറ്റി പറഞ്ഞു ഞങ്ങളവിടെ വെള്ളം നിർത്തിയെന്ന് പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വരുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നം തുടങ്ങുന്നത്. ചിലപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നം വരത്തില്ല, മറ്റൊരു പണിയെല്ലാം കഴിയുമ്പോഴത്തേന് ഞങ്ങളുടെ വെള്ളം നോർമലാവും. പക്ഷേ ഈ 3 ഇത് 45-50 വർഷത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരിട്ട പൈപ്പാണ് ഭൂമിക്കടിക്കൂടെ. അപ്പോൾ ഒരു ലീക്ക് വന്നാൽ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു വലിയൊരു ഏരിയ എന്ത് ചെയ്യണം, കുഴിച്ച് ആ പൈപ്പൊക്കെ മാറ്റി വരുമ്പോഴത്തേന് ചിലപ്പം ആഴ്ചകളോളം എടുക്കും. അപ്പോൾ ഇങ്ങനെ ആഴ്ചകളോളം എടുക്കുമ്പം എന്തോ പറ്റുമെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ വെള്ളം എന്തോ ചെയ്യും, തീരും. അപ്പോൾ ഇവർ ഈ ഏരിയയിലോട്ട് ഒരു 150 കിലോമീറ്ററുള്ള അല്ലെങ്കിൽ 250 കിലോമീറ്ററുള്ള പൈപ്പിൻ്റെ ഇത് വോൾവ് അവിടുന്ന് അടയ്ക്കും. എന്നിട്ട് നമുക്ക് അറിയിപ്പ് വരും, ഞങ്ങളിത് ശരിയാക്കിയിട്ടുണ്ട്, ഇന്ന് രാത്രി കൊണ്ട് ഞങ്ങളിത് ശരിയാക്കി എന്ന് പറയും. ഞങ്ങൾ വെള്ളം തുറന്നു വിടുമെന്ന്. പക്ഷേ ഈ വെള്ളം അവിടുന്ന് അവർ തുറന്നു വിട്ടാൽ ഒരു 3 ദിവസമെങ്കിലും ആവും ഞങ്ങൾക്കിവിടെ കിട്ടാൻ. അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെയെന്ന്. കാര്യം എന്താണെന്നറിയോ, ഈ വരുന്ന വഴിക്കെല്ലാം ടാങ്കുകളുണ്ട്, വലിയ വലിയ ടാങ്കുകൾ. അപ്പോൾ ഒരു ടാങ്കിൽ ഒരു 10% വെള്ളമായി കഴിഞ്ഞാൽ അടുത്ത ടാങ്കിലോട്ട് എന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ. അടുത്ത ടാങ്കിൽ 10% ആയാലേ അടുത്ത ടാങ്കിലോട്ട് പോകത്തുള്ളൂ. അങ്ങനെ ഓരോ ടാങ്കും നിറഞ്ഞാണ് എന്ത് വരും ഇവിടെ എത്തുന്നത്. ഞാൻ ഈ ശതമാനത്തിൻ്റെ കാര്യം പറഞ്ഞ, ഈ 0ത്തിൽ നിന്ന് പുറത്ത് ചാടുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ. അപ്പോൾ ഈ വിശ്വാസം ഇങ്ങനെ ഒന്ന് നിറഞ്ഞ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാലേ എന്തേ ഉള്ളൂ, അടുത്താക്ക് പ്രയോജനമുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇന്ന് നമ്മുടെ വിശ്വാസത്തെ ദൈവം എന്തോ ചെയ്യുന്നു, ഒരു കണക്കിടുന്ന ദിവസമായി മാറട്ടെ. ഒന്ന്, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവൻ എന്തോ ചെയ്തു, നീതിയായി കണക്കിട്ടു. ഇനി അടുത്ത അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പറ്റി ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിനെ വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. അതാണ്. അതെ, വായിച്ചോ. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിനെ വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത് വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. ഇവിടെ പറയുകയാണ്, വാഗ്ദത്തം എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സന്തതികൾക്ക് മാത്രമല്ല. സന്തതികൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആരാണ്? ഇസ്ഹാക്കിലൂടെ, യാക്കോബിലൂടെ, ആ 12 ഗോത്രപിതാക്കന്മാരിലൂടെ ഇസ്രായേൽ മക്കൾ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് എന്ത് സന്തതികൾ എന്ന് നമ്മൾ പിന്നീട് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു അവർക്ക് മാത്രമല്ല, പിന്നെ ഒരു കാറ്റഗറി ആൾക്കാരോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ആ കാറ്റഗറി ആൾക്കാർ? അബ്രഹാമിന്റെ. അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. ഇന്ന് ദൈവം നമ്മുടെ വിശ്വാസത്തെ എങ്ങനെ കണക്കിടും, എങ്ങനെ മാർക്കിടും
എന്നതിനെപ്പറ്റിയാണ് ഞാനൊന്ന് പറഞ്ഞ് തുടങ്ങാൻ പോകുന്നത്. അബ്രഹാമിൻ്റെ അനുഭവത്തിൽ നമ്മളൊന്ന് പഠിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് തൊട്ട് പറഞ്ഞു തുടങ്ങണം. ഞാനെന്തുകൊണ്ട് എനിക്കും അബ്രഹാമിനെ പോലെ എന്തുകൊണ്ട് വിശ്വാസമുണ്ട്. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക് എന്തുറപ്പാണ്? അനുഗ്രഹങ്ങൾ ഉറപ്പാണ്. ദൈവം നീതിയായിട്ട് കണക്കിടുവെന്ന് എന്ന് പറഞ്ഞിട്ട് 17-ാമത്തെ വാക്യം, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഒന്നാമത്തെ കാര്യം പുള്ളിയെപ്പറ്റി പറയുന്നു. പുള്ളിയുടെ വിശ്വാസങ്ങളിൽ ഒന്നാണ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ എന്തോ ഇതു വിശ്വസിച്ചു. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? മരിച്ചവരെ ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. ഇല്ലാത്തതിന് തൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിൻ്റെ അനുഭവത്തിൽ നമുക്കറിയാം. ഇസാക്കിനെയും കൊണ്ട് യാഗം കഴിക്കാൻ പോവാ. ഇസാക്കിൻ്റെ യാഗം കഴിക്കാൻ പോകുമ്പം ദൈവം പറഞ്ഞു കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തെ താൻ അത്ര സ്നേഹിക്കുന്നു. അപ്പം മകൻ ചോദിക്കുന്നുണ്ട്, അപ്പാ യാഗമൃഗം എവിടെയും ചോദിക്കുമ്പോൾ പുള്ളി പറയുകയാണ്, എന്ത്? യഹോവ യഹോവ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇല്ലാത്തതിനെ എന്തോ ചെയ്യും? ഉള്ളതുപോലെ വിളിപ്പിച്ചു. ഉള്ളതിനെ പോലെ. ഇല്ലാത്തതിനെ എന്തോ ചെയ്യാൻ പറ്റും? ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ഒരു വാക്ക്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടു, തൻ്റെ വാക്കുകൾ കൊണ്ടാണ് ദൈവ സകലത്തെ സൃഷ്ടിച്ചത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. പിരിയട്ടെ എന്ന് പറഞ്ഞു, പിരിഞ്ഞു. വേർപിരിയട്ടെ എന്ന് പറഞ്ഞു, വേർപിരിഞ്ഞു. മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞു, മുളച്ചു വന്നു. സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു, സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ഇത്ര വലിയ ദൈവത്തെ വിശ്വസിക്കണം, നമ്മളും വിശ്വസിക്കണം. എന്ത്? ഇന്നവിടെ ഇല്ല, ഇന്നില്ല എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാകത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ എന്ത് ചെയ്യാൻ പറ്റും? വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ. കണ്ടോ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ കാര്യം കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഉള്ളവനെ ദൈവം കണക്കിടാതിരിക്കാൻ പറ്റുമോ? നമ്മളാണെങ്കിലോ പ്രാർത്ഥിക്കും എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അന്നേരം പിന്നെ ആ വിഷയം മാറ്റിവെച്ച് അടുത്ത പരിപാടി നോക്കും. പക്ഷെ ഇവിടെ പറയുകയാണ്, കാര്യം ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാവുന്നേ. ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാം. ഒന്ന് അബ്രഹാമിന്റെ കാര്യം, സമയം പോയതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടുകയാണ്. മരിച്ചവരെ ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. 18-ാമത്തെ വാക്യം, നിന്റെ സന്തതി ഈ വണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. കണ്ടോ? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിയാൽ 99 വയസ്സായി. ഇനിയും കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഭാര്യയുടെ കാര്യം കഷ്ടമാണ്. പക്ഷെ ആശിക്കാൻ എന്തോ ഇല്ല, ഒരിതുമില്ല. നമ്മുടെ നാട്ടിൽ പറയും സ്വപ്നം കാണാനെങ്കിലും, ഇത് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. ആശിക്കാൻ ഒരു പ്രതീക്ഷയില്ലാത്തടത്ത് ആശയ്ക്ക് വിരോധമായി എന്തോ ചെയ്തു? ആശയോടെ വിശ്വസിച്ചു. കണ്ടോ? അപ്പൊ ദൈവം
അബ്രഹാമിൻ്റെ വിശ്വാസം എങ്ങനെയാണ് കണക്കിട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഇവിടെ ആശിക്കാൻ വകയുണ്ട്. അബ്രഹാമിനോട് ദൈവം നിന്റെ സന്തതി എന്ന് പറയുമ്പം മക്കളില്ല. ഇവിടെ നമ്മുടെ മക്കളിലൂടെങ്കിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആശിക്കാൻ ഒരു ഇതുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, ആശയ്ക്കെതിരെ ആശയോടെന്തോ ഇത് അവൻ വിശ്വസിച്ചു, അബ്രഹാം വിശ്വസിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ പ്രതികൂലം, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഈ പട്ടിണി, അല്ലെങ്കിൽ ഈ കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഈ ദുരിതം ഒക്കെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ശോധനയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് പാസ്സാവും. ഫോർ എക്സാമ്പിൾ ഞാനിങ്ങനെ പറയട്ടെ, നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞാണ് സ്കൂളിലെ ടോപ്പർ എന്ന് നിങ്ങളങ്ങ് വിചാരിച്ചു. ക്ലാസ്സിലെ അല്ല, സ്കൂളിലെ. ഇപ്പം 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിലെ ആ സ്കൂളിലേക്ക് ഏറ്റവും നല്ല മാർക്ക് മേടിക്കുന്ന, ഏറ്റവും നല്ല പഠിക്കുന്ന നമ്മുടെ കുഞ്ഞാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പറയാം, എൻ്റെ കുഞ്ഞാണ് ഏറ്റവും നല്ലതായിട്ട് പഠിക്കുന്നത്, അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഫൈനൽ എക്സാം അവൾ അല്ലെങ്കിൽ അവൻ എഴുതുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഈ എക്സാം എഴുതിയാലല്ലേ ആള് ജയിക്കുമോ അല്ലെങ്കിൽ ടോപ്പറാണെന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? എന്ന് പറയുന്നത് തൊട്ട് ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകൾ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, അല്ലെങ്കിൽ കഷ്ടപ്പാടുകളുടെ നടുവിൽ നമ്മൾ ദൈവത്തെ എങ്ങനെയാണ് കാണുന്നത്, നമ്മുടെ വിശ്വാസം എങ്ങനെയാണെന്ന് ദൈവം ഒന്ന് ശോധന ചെയ്യാൻ അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ ഒരളവെടുക്കാനാണ് ഒരു ശോധന ദൈവം തന്നെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് പാസ്സാവും. ദൈവവചനം അബ്രഹാമിനെ പറ്റി പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. ദൈവത്തിന് കണക്കിടാൻ പറ്റുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ പറയുകയാണ്, എന്ത്? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന രണ്ടാമത്തെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത, ആശയ്ക്കെതിരെ ആശയോട്, ആശയ്ക്കെതിരെ ആശയോട്. ആശയ്ക്കെതിരെ ആശയോട്. ഞാൻ ഒരിക്കൽ പാസ്റ്റർ പി ജി വർഗീസ് അവരുടെ ഒരു മെസ്സേജ് ഇങ്ങനെ കേട്ടു. പി ജി വർഗീസ് അങ്കിളിൻ്റെ മെസ്സേജ് ഇങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹത്തോട് ഒരു ആൻറ്റി വന്നിട്ട് പറഞ്ഞു, ദേവദാസനെ, ഭയങ്കര കഷ്ടപ്പാട്, ബുദ്ധിമുട്ടൊക്കെയാണ്, പക്ഷേ എങ്കിലും എനിക്ക് ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു ഇച്ചിരി സ്ഥലമുണ്ട്, അവിടെ വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ അടുക്കെ പറഞ്ഞു, എനിക്ക് ഒരു മുറി ഒരടുക്കളയുള്ളൊരു വീടിന് വേണ്ടി ദേവദാസനൊന്ന് പ്രാർത്ഥിക്കും. പുള്ളി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ ചോദിച്ചു, അതെന്താ? പുള്ളിക്കാരിയൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളാണ്? 2 മക്കൾ. ആഹാ, അപ്പോൾ ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഈ മക്കളും എല്ലാം അവിടെ ഒരു മുറിക്കകത്ത് കിടക്കുമോ? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എനിക്കൊരു റൂമും ഒരു ഹോൾ റൂമും ഒരു കിച്ചണും മതി. പുള്ളി പറഞ്ഞു, ഇല്ല, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു, നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ഒരു റൂം, മോക്കൊരു റൂം, മോനൊരു റൂം, അപ്പോൾ എത്രയായി? 3. ആ, അപ്പോൾ പാസ്റ്റർ എനിക്ക് 3 മുറിയുള്ളൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കണം. പുള്ളി പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ ഈ ആൻറ്റി പിന്നെ ചോദിച്ചു, അതെന്താ? നിങ്ങൾക്ക് ദൈവം 3 വീടുള്ളൊരു വീട് വന്നു, അപ്പോഴാണ് ഞാൻ അതുവഴി വരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് താമസിക്കണമെങ്കിൽ ഞാൻ അവിടെ താമസിക്കും. ഞാൻ വരുന്ന ദിവസം നിങ്ങളെ എൻ്റെ റൂമിൽ കിടത്തിയിട്ട് നിങ്ങൾ ഹോൾ റൂമിൽ പോയി കിടക്കുമോ? അതോ മോളെയോ മോനെ മാറ്റിയിട്ട് എനിക്ക് ആ റൂം വരുമോ? അപ്പോൾ എനിക്ക് താമസിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? അപ്പം നിങ്ങളെന്തോ ചെയ്യണം? അപ്പോൾ പുള്ളിക്കാരി ഒരു ശരി എങ്കിൽ 4 റൂം. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം, നിങ്ങൾ വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? അത് പറയണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പുള്ളിക്കാരി ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തും കൂട്ടുകാരോടെല്ലാം പറഞ്ഞു, എനിക്ക് ദൈവം ഒരു 4 മുറി തരുമെന്ന്. അങ്ങനെ പിന്നീട് ഈ ആൻറ്റിയുടെ വിളിപ്പേര് തന്നെ 4 മുറി എന്നായി. പക്ഷെ ദൈവം അവർക്ക് 4 മുറികളുള്ളൊരു വീട് കൊടുത്തു കേട്ടോ. പിന്നെ ആൾക്കാരെല്ലാം 4 മുറി എന്നാണ് ഇവരെ വിളിക്കുന്നത്.
വർഷങ്ങളെടുത്തു, പക്ഷെ ദൈവം കൊടുത്തു. ആശയ്ക്കെതിരെ ആശയോടെ, ആശയ്ക്കെതിരെ ആശയോടെ. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ ആദ്യം അറിയണം. എന്നെ ദൈവം പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. നമ്മളൊരു ബഡ്ജറ്റൊക്കെ എഴുതി ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് കൊടുത്തിട്ട് പറയാം, കർത്താവേ, ഇത്ര രൂപ കടമുണ്ട്, ഇത്ര രൂപ കിട്ടി, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നത് നമുക്കുള്ളൊരു കമ്മീഷനൂടെ ഒക്കെ ചിലപ്പോൾ നമ്മളിട്ടൊക്കെ എന്ത് ചെയ്യും, അങ്ങ് പൂരിപ്പിക്കും. നമ്മളെ കണക്ക് പഠിപ്പിച്ച ആരാ? ഇതൊക്കെ കൂട്ടാനുള്ള ബുദ്ധി വിവരമൊക്കെ തന്ന ആരാ? ഇതൊക്കെ മേളിൽ നിന്ന് കാണുന്നതാരാ? അപ്പോൾ ദൈവം ആയിരിക്കും, എടാ നിനക്ക് ഇത്ര ബുദ്ധിയും ജ്ഞാനം വിവേകമൊക്കെ തന്നെ എന്നോട് തന്നെ നിനക്കെന്ത് ഇതൊക്കെ ഞാൻ തന്നാലല്ലേ നീ ഇതൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് ദൈവം പലപ്പോഴും പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവം കൊടുത്താൽ അങ്ങനെ. നമുക്കറിയാം, ദൈവീയ സാന്നിധ്യത്തിൽ ജീവിച്ച 30 ലക്ഷത്തോളം മനുഷ്യർക്ക് അന്നന്ന് വേണ്ടത് കൊടുത്ത് ദൈവം ചെയ്തുന്ന ഓരോ ദിവസത്തേക്കിനുമുള്ള മന്ന, 6-ാം ദിവസം മാത്രം ശബത്ത് ദിവസത്തിലേക്കുള്ള മന്ന ദൈവം പറക്കാൻ കൊടുത്തു. ബാക്കിയുള്ള ദിവസമൊക്കെ അന്നെന്നുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും അങ്ങനല്ല. കാര്യം അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ പഠിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കേട്ട അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിച്ചു. ആശയ്ക്കെതിരെ ആശയോടെ നമ്മൾ വിശ്വസിക്കാൻ പഠിക്കണം. ഞാൻ അങ്ങനെ വിശ്വസിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ ഇരിക്കുന്നത്. ആ നന്ദിയോടെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇപ്പം ഞാൻ പലരെയും ഇംഗ്ലീഷിലൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്നോട് ഒരു കാര്യം പറയട്ടെ, ആൽവിൻ ബ്രദർ ഇതൊന്ന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോത്തേ ഉള്ളൂ. കാര്യം സ്പെല്ലിങ് എനിക്ക് കറക്റ്റായിട്ട് എഴുതാൻ അറിയത്തില്ല. എങ്കിൽ നിങ്ങൾ അതിൻ്റെ ഗ്രാമർ നോക്കിക്കഴിഞ്ഞാൽ ഈ പുള്ളിയൊക്കെ എങ്ങനെയാണോ ഇവിടം വരെ എത്തിയെന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. നേരെ വായിക്കാൻ അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ എന്നിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, ആശയ്ക്കെതിരെ ഞാൻ ആശയോടെ എൻ്റെ ദൈവത്തെ ഞാൻ വിശ്വസിച്ചു. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സകലത് സാധ്യമാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കാണുന്നവരെ, കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യ പാഠങ്ങളിലൊന്ന്, ഇന്ന് നിങ്ങൾക്ക് ആശിക്കാൻ വകയില്ലാത്തവരായിരിക്കാം നിങ്ങൾ, എന്നാൽ ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? നമ്മുടെ ആശയ്ക്കെതിരെ ആശ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇന്ന് മാരുതി 800 പോലും മേടിക്കാൻ കാശില്ല, പക്ഷെ BMW വേണ്ടി എന്തോ ചെയ്യും? അതല്ല ദൈവം പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം, അവൻ സകലത്തിനും മതിയായവനാണ്. എൻ്റെ ജീവിതത്തിലെ ആവശ്യങ്ങളെക്കാൾ, എൻ്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെക്കാൾ, പ്രയാസങ്ങളെക്കാൾ, ആമേൻ, അവൻ മതിയായവനാണെന്ന് അവന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ആശയ്ക്കെതിരെ വിരോധമായ ആശയോടെ വിശ്വസിച്ചു. 19-ാമത്തെ വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. 3-ാമത്തെ പോയിന്റ്, 1 കണക്കിടുന്ന വിശ്വാസം, 2 ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിലുള്ള വിശ്വാസം, 3 ആശയ്ക്കെതിരെ ആശയോടെ. ഇവിടെ പറയുന്നു, കാര്യങ്ങളൊക്കെ പുള്ളി ഗ്രഹിച്ചു. എന്തോ ഗ്രഹിച്ചു? തൻ്റെ വയസ്സ്, തൻ്റെ പ്രായം, തൻ്റെ ഭാര്യയുടെ കാര്യം, സാറയുടെ ഗർഭപാത്രം നിർജീവമാണെന്ന് ഒക്കെ ഗ്രഹിച്ചു. എല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ എന്തോ ഇതില്ല, വിശ്വാസത്തിൽ. എല്ലാരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ,
ഓ ഇതൊക്കെ നടക്കുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ക്ഷീണം. ആദ്യമൊക്കെ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പതുക്കെ വന്ന് ഒരു നേരം ഉപവാസമായി. പിന്നെ ഉപവാസമേ ഇല്ല. പിന്നെ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കട്ടിലെ ചാരി ഇരുന്നായി. ഇപ്പൊ കിടന്നുകൊണ്ടൊക്കെയാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മുടെ വിശ്വാസത്തിന്റെ അളവൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു ക്ഷീണം, വേണോ വേണ്ട എന്നൊക്കെ. ഇവിടെ പറയുകയാണ്, താൻ എന്തോ ഇതില്ല, വിശ്വാസത്തിൽ എന്തോ ഇതില്ല, ക്ഷീണിച്ചില്ല. എന്നെ കേൾക്കുന്നവരെ, തളർന്നു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ, മടുത്തു പോകരുതേ. ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിക്കുന്നവരെ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ദൈവം വിളിച്ചു വരുത്തുമെന്ന് വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ, നിങ്ങളുടെ വിശ്വാസം ദൈവം കണക്കിടണമെങ്കിൽ നിങ്ങൾ എന്തോ വരുത്, ക്ഷീണിച്ചു പോകരുതേ. 20-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മതി. ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ. എന്താണ് വാഗ്ദത്തം? നിനക്ക് ഞാൻ സന്തതിയെ തരും. ഇപ്പൊ എത്രയായി? 75-ാമത്തെ വയസ്സിൽ ദൈവം വിളിച്ചതാ. 25 വർഷം കഴിഞ്ഞു, 100-ാമത്തെ വയസ്സായി. 25 വർഷം പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവിശ്വാസത്താൽ എന്തോ ചെയ്തു? സംശയിക്കാതെ. നമ്മുടെ ജീവിതത്തിൽ അതാ, നമുക്കാകെ മുതൽ മുടക്കും കൂട്ടായ്മയും നമ്മുടെ കൂട്ടുകാരനും സഹവാസിയല്ല ആരാ? അവിശ്വാസികളല്ല, അവിശ്വാസത്തെ ദൈവജനം പുതിയ നിയമം ഉപയോഗിച്ചിരിക്കുന്ന കാട്ടത്തിയോടാ. ഇത് കയറി അങ്ങ് പിടിക്കും. ഈ കാട്ടത്തിയുടെ ഒരു പ്രത്യേകത, ഇതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല, പക്ഷെ ഇഷ്ടംപോലെ ഇലയൊക്കെ ഉണ്ട്, തഴച്ചങ്ങ് വളരും. ഇപ്പം നമ്മളോട് ചോദിക്കുക, കഴിഞ്ഞ 25 വർഷമായിട്ട് പ്രാർത്ഥിച്ചോ, അത് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ട് ഗുണമൊന്നുമില്ല. വേണമെങ്കിൽ നമ്മൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടിമ്മി ബ്രദർ എന്നോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. എൻ്റെ ബ്രദറെ, കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, നിങ്ങളും പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വേണേ ഒന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ഇത്. കണ്ടോ, ഇവിടെ എന്തോ ഇതില്ല, അവിശ്വാസത്താൽ. ഇവിടെ കുറെ കാര്യങ്ങളുണ്ട്. അവിശ്വാസം. അപ്പൊ എന്തോ ഇന്ന് ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിക്കുന്ന കാര്യത്തിനെതിരെ അവിശ്വാസം വരുമ്പോൾ പുള്ളി ഉടനെ പറയും, നിനക്ക് എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. കാര്യം എനിക്കറിയാം, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവിശ്വാസമേ, നിനക്കെന്തോ ഇല്ല, എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. പിന്നെ അവിശ്വാസം, അടുത്ത ഘട്ടം കണ്ടോ? സംശയം. കിട്ടുവോ ഇല്ലയോ, വേണോ വേണ്ടായോ, ഇതൊക്കെ നടക്കുവോ ഇല്ലയോ. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു. കണ്ടോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസമില്ല, സംശയമില്ലെങ്കിൽ എന്തോ ചെയ്യും? നമ്മൾ വിശ്വാസത്തിൽ ശക്തിപ്പെടും. അങ്ങനെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് താൻ ചെയ്ത കാര്യമാണ് അടുത്ത പറയുന്നത്, ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പം നമ്മുടെ പ്രാർത്ഥന, കർത്താവേ പ്രാർത്ഥിച്ചിട്ട് തന്നില്ലല്ലോ, അയ്യോ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇവിടെ പറയാണ്, കർത്താവേ അങ്ങയ്ക്ക് മഹത്വം, അങ്ങ് എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിനായിട്ട് സ്തോത്രം, അത് പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം, തക്ക സമയത്ത് അങ്ങ് പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് എന്തോ ചെയ്തു? മഹത്വം കൊടുത്തു. നമ്മുടെ ഇപ്പം എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അതിൽ മൂത്തവനാണെങ്കിൽ അവനെ എന്തെങ്കിലുമൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ഈസി. അവൻ ഇച്ചിരി പാവമാണ്. പക്ഷെ ഇളയവൻ അങ്ങനല്ല. ഇപ്പം മൂത്തവനോട് നമ്മൾ പറയുകയാണ് എന്തെങ്കിലും ഒരു കാര്യം മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അവൻ
മൂത്തവൻ എന്താ അപ്പാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഇന്ന് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അവന് മനസ്സിലാവും. മറ്റവൻ എങ്കിലും വേണ്ടി അത് വഴിയൊന്ന്, ഉം. എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുക്കെ വന്നിട്ട് പറയും, പപ്പ പറഞ്ഞതാ കേട്ടോ, എങ്കിലും മേടിച്ചോണ്ട് വന്നില്ല. ഏതാ 1-2 പ്രാവശ്യം. ഇത് കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവനോട് പറയാം, എടാ നിന്നോടല്ലേടാ പറഞ്ഞ, ഇന്നെന്ത് പറ്റിയില്ല. അവൻ മറ്റൻ പറയടാ, പുള്ളിക്ക് സമയം കിട്ടും മേടിച്ചു തരൂടാ, നീ വിശ്വസിക്കേ എന്ന് പറയുന്നത്. അതാണ് നമ്മളിതൊക്കെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസം. വിശ്വാസം. കാര്യം കുഞ്ഞവൻ 7 വർഷമായിട്ട് എന്നെ കണ്ടിട്ടുള്ളൂ, മറ്റവൻ 11 വർഷമായി. അപ്പോൾ പുള്ളിക്കറിയാം അപ്പൻ്റെ സ്വഭാവം മറ്റവനേക്കാൾ. വിശ്വാസം. എന്നൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പം നമ്മളെന്തോ ചെയ്യണം? ദൈവത്തിന് മഹത്വം കൊടുക്കണം, മഹത്വം കൊടുക്കണം. ഇവിടെ അബ്രഹാം ചെയ്ത കാര്യം പറഞ്ഞേ, അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞേ. ഞാൻ വേഗത്തിൽ പോട്ടെ. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. നമുക്ക് അങ്ങനെ ഒരു ഉറപ്പൊക്കെ ഉണ്ടോ? എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം നിവർത്തിക്കും എന്നൊരു ഉറപ്പുണ്ടോ? അബ്രഹാമിനുണ്ടായിരുന്നു. നമ്മുടെ അടുക്കെ ചോദിച്ചാൽ നമ്മൾ പറയുന്നത് തന്നെ, ദൈവീതമാണെങ്കിൽ ദൈവീതമാണെങ്കിൽ നടക്കട്ടെന്ന്. അപ്പം നമുക്കും അറിയത്തില്ല ഇത് ദൈവീതമാണോ അല്ലയോ, ദൈവം തരുവോ ഇല്ലയോ, ഇത് എന്നോടും നിങ്ങളോടും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണോ അല്ലയോ. ഇവിടെ ഉറപ്പ് പൂർണ്ണമായി ഉറച്ചു. ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചുകൊണ്ട്. കണ്ടോ, അതവന് നീതിയായി കണക്കിട്ടു. അപ്പം നീതിയായി കണക്കിട്ട ഈ കണക്കിടീനിൻ്റെ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്പർ ഇട്ട ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. ദൈവത്തിന് മഹത്വം കൊടുത്തു. വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. കണ്ടോ അബ്രഹാമിൻ്റെ വിശ്വാസം. അബ്രഹാമിൻ്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നമ്മൾ ഇനി ഏകദേശം 5 മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മുടെ സമയം. ഇന്ന് നമ്മൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പറ്റി കേട്ടു. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഇത് കേട്ടപ്പോൾ നമുക്കെല്ലാം എന്തോ ഇത് ഭയങ്കര സന്തോഷം. അങ്ങനാണെങ്കിൽ ഇന്ന് അബ്രഹാമിൻ്റെ അനുഗ്രഹം പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് നമ്മളെന്തോ ഇത് അങ്ങ് തീരുമാനിച്ചു. പ്രാപിക്കുന്നതൊക്കെ ശരി, പക്ഷെ ഇതാർക്കാണെന്നറിയാവോ? അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കാണ് ഈ അനുഗ്രഹം ഉള്ളതെന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹമുണ്ടോ? ഈ വിശ്വാസമുണ്ടോ? ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തുള്ളൂ കേട്ടോ. ഞാനത് സിമ്പിളായിട്ട് എൻ്റെ വാക്കുകളിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന് പുതിയ നിയമത്തിൽ മറ്റൊരു വ്യക്തിയും നമ്മളെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വാക്യം, അതുകൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇന്നിവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം മുതൽ. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിലിരുന്ന് എഴുതുന്ന, തൻ്റെ കഷ്ടതയും ഭാരത്തിൻ്റെ നടുക്കിരുന്ന് എഴുതുന്ന ഒരു വാക്കുകളാണിത്. പറഞ്ഞോളൂ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് ഇവിടെ പറയുന്നു. നമുക്ക് നിർത്തി ഒന്ന് പോവാം. ഇനിയാണ് പുള്ളിക്കാരൻ കാതലായ കാര്യം ഇത് പറയുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? കർത്താവിൽ എന്തോ ചെയ്യണം? എപ്പോഴും സന്തോഷിക്കാനുള്ള വകയൊന്നും കാണത്തില്ല, പക്ഷെ കർത്താവിൽ എന്തോ ചെയ്യണം? സന്തോഷിക്കണം. അങ്ങനെ സന്തോഷിക്കണം. എപ്പോഴും അങ്ങ് സന്തോഷിക്കണം. എന്തേലും ഒരു വകയുണ്ടായത് കർത്താവിലേ ഉള്ളൂ. അപ്പൊ കർത്താവിൽ എന്തോ ചെയ്യണം? സന്തോഷിക്കണം. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. അറിഞ്ഞത് തന്നെ അടുത്ത അയൽവക്കക്കാരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി, അപ്പൊ പറയും ഇതിനേക്കാൾ ഭേദം
ഏതാ? സമുദായക്കാരാണെന്ന് അവർ പറയും. ഇതിനേക്കാൾ ഭേദം പള്ളി പോകാത്തവരാണെന്ന് അവർ പറയും. അത്രയ്ക്ക് സൗമ്യത നമ്മളെ പറ്റി പറയുകയാണ്. 1 സന്തോഷിക്കണം, 2 സൗമ്യത. ഈ പറയുന്ന കാര്യം എനിക്കൊരു ഇച്ചിരി കുറവാണ്. അത് നിങ്ങൾ അറിയണമെങ്കിൽ നാട്ടുകാരോടല്ല, എൻ്റെ വൈഫിനോട് ചോദിക്കണം. അന്നേരം പുള്ളിക്കാരി പറയും. നമ്മുടെ വീട്ടുകാരോട് ചോദിക്കണം, കെട്ടിയവനോടും മക്കളോടൊക്കെ ചോദിക്കണം. എടാ എങ്ങനെ ഉണ്ടടാ അപ്പൻ്റെ സൗമ്യത? പിന്നെ ഭയങ്കരമാണെന്ന്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഒരു മൂപ്പൻ ഒരു ചർച്ചിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരുന്നു. പെട്ടെന്ന് പുള്ളിക്കാരൻ്റെ വൈഫ് പുറത്തിറങ്ങിപ്പോയി. ഒരു ഓട്ടോ വിളിച്ചോണ്ട് ഒരു പായും തലവണൊക്കെ എടുത്തോണ്ട് ചർച്ചിൽ വന്നുന്ന ഒരു കഥയാണെന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, ഈ മനുഷ്യൻ ഇവിടെ തന്നെ അങ്ങ് കിടന്നോട്ടെ. കാര്യം പുൽപ്പുറ്റി കയറി നിന്നപ്പോൾ എന്ത് നല്ല മനുഷ്യനെന്ന്. വീട്ടിലോട്ട് വന്നാൽ ഞങ്ങളെയൊക്കെ കടിച്ചു കീറുമെന്ന് പറയുന്നു. ഇപ്പൊ സൗമ്യത. ഇപ്പം നമ്മള് സകല മനുഷ്യരെ അറിയേണ്ട കാര്യം ഒന്ന്, നമ്മളിൽ അറിയപ്പെടേണ്ട ഗുണങ്ങളിൽ ഒന്നാണെന്ത്? സൗമ്യത. ഞാൻ അത്രയും പറഞ്ഞങ്ങ് വിടുക. 6-ാമത്തെ വാക്യം, ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. ഇപ്പം നമുക്ക് എന്തേലും ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ. എന്ത്? വിചാരം. എന്തോ കഴിക്കും, എന്തോ കുടിക്കും, നാളെ എന്തോ ആവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. കാശിന് എന്തുവാ? കുരിയിലിനെ വിൽക്കുന്നില്ലയോ നിങ്ങൾ? അതിനേക്കാളൊക്കെ എന്തോ ചെയ്യുക? എത്രയോ ശ്രേഷ്ഠതയേറിയവർ കരുതപ്പെടുന്നവർ. പക്ഷികളെക്കാൾ. പക്ഷികളുടെ പ്രത്യേകത എന്താണെന്നറിയോ? എന്താ? ഏതേലും പക്ഷി രാവിലെ എണ്ണീറ്റിട്ട് അയ്യോ ഇന്നെന്തോ കഴിക്കാൻ കിട്ടുമോ എന്നും പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതിനറിയാം എന്ത്? എനിക്കുള്ള ആഹാരം ഇന്ന് എവിടുന്നെങ്കിലും എനിക്ക് കിട്ടും. അതാണ് അതിൻ്റെ വിശ്വാസം. അതാണ് ദൈവജനം നമ്മളോട് ചോദിക്കുന്നത്. എന്താ? കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്നവനാ. നമ്മൾ ആരെങ്കിലും ഒരു കാക്കക്കുഞ്ഞ് കാ എന്നും പറഞ്ഞ് കരയുമ്പോൾ അതിനിച്ച് ചോറിട്ട് കൊടുക്കൂ? ഇല്ല. പകരം നമ്മളെന്ത് പറയും? രാവിലെ തൊട്ട് എന്തോ കരച്ചില്ല, കീറ്റുന്ന കണ്ടില്ലേ? ഒക്കുവാണെങ്കിൽ കല്ലെടുത്ത് എന്തോ ചെയ്യും? എറിഞ്ഞ കാക്കയെ ഓടിക്കും. പക്ഷെ കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ആഹാരം കൊടുക്കുന്നവനാ. യോബിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാ, കാക്കക്കുഞ്ഞ് കരയുമ്പോൾ അതിന് ആഹാരം കൊടുത്തത് ആരാന്ന്. അങ്ങനെയെങ്കിൽ ഈ പക്ഷികളൊക്കെ നാളെ എന്തെന്നൊന്നും അറിയത്തില്ല, എവിടെ ആഹാരം കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെ പറന്നു പോകുന്ന വഴിക്ക് കണ്ടു അങ്ങ് ഇതാക്കി. അങ്ങനെ ജീവിക്കുന്ന പക്ഷികളെ ദൈവം കരുതുന്നെങ്കിൽ നമുക്ക് അതിനേക്കാൾ വിശേഷതയുള്ളവരല്ലയോ എന്നാ ദൈവം ചോദിക്കുന്നത്. ഇവിടെ പറയുകയാണ്, നിങ്ങളെന്ത് ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. പിന്നെ നമ്മൾ എന്തു ചെയ്യണം? എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത്. അപ്പം ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിചാരപ്പെടേണ്ട കാര്യങ്ങളുണ്ട്, പിന്നെ കുറേ അധികമുണ്ട്. എല്ലാറ്റിനും എന്ന് പറയുമ്പോൾ ഒന്നിനെന്നല്ലല്ലോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് പ്രാർത്ഥനയും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങളും ഉണ്ട്, എണ്ണത്തിലധികം കാര്യങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, വിചാരപ്പെടേണ്ട കാര്യങ്ങളുമുണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? സ്തോത്രത്തോടെ ദൈവത്തോട് എന്ത് ചെയ്യണം? അറിയിക്കണം. ഒന്ന് ഓർപ്പിച്ചാൽ മതി. കർത്താവെ, ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് എന്ത് ചെയ്യും? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, ഇന്ന ദിവസം ഇന്ന കാര്യമുണ്ട്, ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്, അങ്ങേറ്റെടുത്തതിനായിട്ട് സ്തോത്രം. എന്ന് എന്തു ചെയ്യണം? പറയണം. അബ്രഹാമിന്റെ വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉള്ളൊരു ബെനഫിറ്റ് 7-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന
ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ എന്തോ ചെയ്യും? കാക്കും. കണ്ടോ? അല്പബുദ്ധിയെ കവിയുന്നല്ല, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. ഏതാണ് ഈ ദൈവസമാധാനം? ഞാൻ നിങ്ങൾക്കൊരു സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ലാന്ന് കർത്താവ് പറഞ്ഞൊരു സമാധാനം ഉണ്ടല്ലോ. ആ സമാധാനം നിങ്ങളുടെ ചിന്തകളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ എന്തോ ചെയ്യും? കാക്കും. അപ്പൊ എൻ്റെ ചോദ്യം, നമ്മൾ അലച്ചു കൂവി കംപ്ലൈന്റ് ചെയ്ത് ദൈവസന്നിധി വന്നിരുന്ന സകലത്തിനും വിചാരപ്പെട്ടിരുന്നാൽ ഈ പറയുന്ന ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂ? നമ്മുടെ ചിന്തകളെയും നിലവുകളെയും ക്രിസ്തുയേശു കാക്കൂ? കാക്കാത്തിടത്തോളം കാലം സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ഒരു ദൈവിക സമാധാനം ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുമോ? അപ്പൊ ഇതിപ്പോ ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാണോ ദൈവത്തിന്റെ കുഴപ്പമാണോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ദൈവം നമ്മളെ അബ്രഹാമിലൂടെ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേട്ടവരെ, നമുക്ക് സകലത്തിനും ദൈവത്തിനും നന്ദി പറഞ്ഞു തുടങ്ങാം. ദൈവം നമുക്ക് ചെയ്ത സകല നന്മകൾക്കും ദാനങ്ങൾക്കും, ഭാര്യയ്ക്കായി, ഭർത്താവിനായി, കുഞ്ഞുങ്ങൾക്കായി, നമ്മുടെ സാമ്പത്തിക സ്ഥിതികൾക്കായി, ഇനിയും കൈ കാശില്ലേ അതിനായിട്ടും ദൈവത്തിന് നന്ദി പറ. നാളെ കഴിക്കാൻ ആഹാരമില്ലേ അതിനായിട്ടും ദൈവത്തിന് നന്ദി പറ. കർത്താവ് ഇങ്ങനൊരു അവസരം എനിക്കങ്ങ് നൽകിയല്ലോ, അങ്ങയിൽ വിശ്വസിക്കാൻ, അങ്ങയുടെ അത്ഭുതങ്ങളെ എൻ്റെ ജീവിതത്തിൽ കാണുവാനുള്ളൊരു അവസരമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നു. കർത്താവ് എനിക്ക് തന്ന രോഗത്തിനായിട്ട് സ്തോത്രം, അങ്ങ് ഇതിൽ നിന്ന് വിടുവിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെക്ക് തന്ന അവസ്ഥകൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവജനം പറയുന്നു, സകല ബുദ്ധിയും കവിയുന്ന, അത് ബുദ്ധിക്ക് അതീതമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ കിട്ടുന്നൊരു സമാധാനമല്ല, നമ്മളെ കൊണ്ട് കഴിയാത്തതിൽ ഉപരിയായിട്ടുള്ളൊരു ദൈവിക സമാധാനം ദൈവം അയച്ച് നമ്മുടെ ചിന്തകളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ക്രിസ്തുയേശുവിൽ കാത്തില്ലെങ്കിലുള്ളൊരു കുഴപ്പം, അവിശ്വാസം വരും, ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, സംശയം വരും, ബലം ക്ഷയിച്ചു പോകും. ഇപ്പം ഇരിക്കുന്നോട്ടൊക്കെ നമ്മളങ്ങ് ഇരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കേട്ടു, അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്ക്. ഇന്ന് തൊട്ട് നമ്മൾ ദൈവത്തോട് പറ, കർത്താവ് എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. എനിക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങളാണെന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വിശ്വാസം കർത്താവെ, അബ്രഹാമിൻ്റെ അനുഗ്രഹങ്ങൾ അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ കർത്താവെ, ഒന്നിനെപ്പറ്റിയും വിചാരപ്പെടുവാൻ ഇടയാകാതെ കർത്താവെ, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും ആ സ്തോത്രത്തോട് അങ്ങയോട് അറിയിക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശൈലി മാറട്ടെ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ തീവ്രത മാറട്ടെ. ആ വിശ്വാസം ഞങ്ങളെ വിട്ടു പോട്ടെ. ഞങ്ങൾ കർത്താവെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന തളർന്നിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ അങ്ങ് വിടുവിക്കണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ അനുഗ്രഹങ്ങൾ കർത്താവെ പാലിക്കത്തക്കവണ്ണം കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിവർത്തിയാകത്തക്കവണ്ണം, ഞങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകത്തക്കവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് കർത്താവെ ഞങ്ങൾ ചുരുക്കം പേരാണ്, പക്ഷെ ഒരു കാര്യം ഞാൻ അറിയുന്നു കർത്താവെ, ഇന്ന് ഇത് കേൾക്കേണ്ടവർ ഇത് കേട്ടു. തനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണമെന്ന്, തനിക്ക് പ്രിയമുള്ളവർ അനുഗ്രഹിക്കപ്പെടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് കൊണ്ട് കർത്താവെ, ഇത് കേട്ട ദൈവജനത്തിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അവരുടെ അവസ്ഥകളെ അങ്ങ് മാറ്റണം. കർത്താവരുടെ വിശ്വാസത്തെ അങ്ങ് വർദ്ധിപ്പിക്കണം. അവരുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണം. ഇനിയും ഞങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തെ ദൈവം കണക്കിട്ടു എന്ന് പറയത്തക്കവണ്ണം കർത്താവെ, ആ സീറോയിൽ നിന്ന് മാറി കണക്കുകളിലേക്ക് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. 1, 2, 3, 4 എന്ന് പറയത്തക്കവണ്ണം ദൈവം വിശ്വാസം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നവരായി അനേകർക്ക് മുന്നിൽ മാതൃകയുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയൻ ഈ ദൈവജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരോടുകൂടെ ഇരിക്കും. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം അവരുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവെ, ഇവിടെ നിലവുകളെയും ചിന്തകളെയും അങ്ങ് കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൽ കാത്താട്ടെ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ദൈവം താങ്ക് യു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നാളെ 11 ആകുമ്പോ 1 വർഷം